ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ശിവരാത്രി. അപ്പോൾ നമുക്കിന്ന് ശിവരാത്രിയായിട്ട് നല്ലൊരു അടിപൊളി മധുര വിഭവം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരേ അളവിൽ അവിലും മലരും എടുക്കുക. ഞാനിപ്പോൾ ഒരേ കപ്പ് വീതം എടുത്തിട്ടുണ്ട്. അവിലും മലരും ഒരേ കപ്പ്. ഇനി നമുക്ക് പൊടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, കളറ് മാറാതെ വറുത്തെടുക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് വറുത്തെടുക്കുന്നത്. കാരണം തണുത്തിരിക്കുമ്പോൾ എത്രയായാലും നമുക്കിങ്ങനെ നല്ല പൊടിയാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് നമ്മളിത് ഒന്നിങ്ങനെ ചൂടാക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വറുത്ത് വരും. അപ്പോൾ നമ്മളിങ്ങനെ കടിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞിങ്ങനെ വരുന്ന പാകം വരുമ്പോൾ നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ച് വയ്ക്കാം. ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ടത്, ഞാനിവിടെ 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്ക് 2 അച്ച് വേണോ എന്ന് നോക്കിയതിന് ശേഷം എടുക്കുക. നല്ല മധുരമുള്ള ശർക്കരയാണ്, നല്ല കറുത്ത ശർക്കരയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു അച്ചെടുത്ത് നോക്കിയിട്ട് മധുരം പോരെങ്കിൽ നമുക്ക് രണ്ടാമത്തെ അച്ചും എടുക്കാം. എന്നിട്ട് നമ്മളിത് അരയ്ക്കുകയോ അല്ലെങ്കിൽ ചതയ്ക്കൊന്നും ചെയ്യരുത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ക്രീമി പോലെ വരും. അങ്ങനെയല്ല, നമുക്കിത് കുഴയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ പൊടി പൊടിയായിട്ട് കിട്ടണം. എന്നാലും അതിൻ്റെ കട്ടകളോ ഒന്നും ഉണ്ടാവരുത് ശർക്കരയുടെ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ കുഴയ്ക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ആ വെള്ളം പോലെ ആവില്ല. പിന്നെ നമ്മൾ ഒരു നേന്ത്രപ്പഴം പുഴുങ്ങി എടുക്കണം. നേന്ത്രപ്പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കേ പഴുക്കാൻ പാടുള്ളൂ. ഒരുപാട് പഴുത്തതാവരുത്, ഒട്ടും പഴുക്കാത്തതാവരുത്. കാരണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടണം. അതാണ് ഇതിന് ടേസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ അരയ്ക്കരുത്. അരച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പേസ്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ ഈ വിഭവത്തിൻ്റെ ശരിക്കുള്ള രുചി നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മളിത് അരിഞ്ഞിട്ടിട്ട് കൈ വെച്ചിട്ട് ശർക്കരയായിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴം നന്നായിട്ട് അതിൽ ചേർന്ന് പോകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പഴം നമുക്ക് കടിക്കാൻ കിട്ടണം. ഇപ്പോൾ അവിലും മലരും തണുത്തിട്ടുണ്ട്. അത് നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം കുറച്ച് തേങ്ങ, 3/4 കപ്പാണ് ചിരുകിയ തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരേ കപ്പ് വീതം അവിലും മലരും എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് തേങ്ങ ചിരുകിയത്, ഒരു നേന്ത്രപ്പഴം, ഒരച്ച് ശർക്കരയായിട്ട് എടുത്തിരിക്കുന്നത്. അതെല്ലാതും കൂടി നമുക്ക് നന്നായി കുഴയ്ക്കണം, നന്നായി മിക്സ് ആവണം. ആ മിക്സ് ആവുമ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, പഴത്തിന് നമ്മൾ നന്നായി കൈവച്ച് ഉടച്ച് ചേർക്കരുത്. പഴം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് കിട്ടണം. പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം. അതൊരു വിഭവമാണല്ലോ. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ഉപ്പ് ഫീൽ ചെയ്യരുത്. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഈ ചെണ്ടമുറി എന്നൊക്കെ പറഞ്ഞ് നേന്ത്രപ്പഴം കഴിക്കില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ആ ഒരു ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ട് വേണമെങ്കിൽ റൗണ്ട്, ഏത് വേണമെങ്കിലും ഷേപ്പാക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് വേണം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. 3/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂൺ മൈദ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി മൈദ ഇല്ലാത്തവർക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബൈൻഡിങ് ശരിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ വേണം കലക്കിയെടുക്കാൻ. കുറച്ച് കട്ടിയിൽ വേണം കലക്കാൻ. നല്ലൊരു കോട്ടിങ് നമ്മുടെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ പഴക്കൂട്ടെടുത്തിട്ട് ആദ്യം നമ്മൾ അരിപ്പൊടിയുടെ കൂട്ടിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ആക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നമ്മൾ എല്ലാ ഭാഗവും പൊതിയുന്നത് പോലെ നമ്മൾ ബ്രെഡ് ക്രംസിലാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വട്ടം കൂടെ ഈ അരിപ്പൊടി മിക്സിയിലേക്ക് ചേർക്കണം. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കോട്ടിങ് കിട്ടാനും പിന്നെ നമ്മൾ വറുക്കുമ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പായി വരാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒറ്റ വട്ടമാണ് നമ്മളിത് മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കുകയാണെങ്കിൽ പുറത്ത് അത്ര വലിയ കോട്ടിങ്ങും വരില്ല, അത്ര വലിയ മൊരിച്ചിലും കിട്ടില്ല. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴായാലും നമ്മൾ 2 വട്ടം ഇതുപോലെ എഗ് വൈറ്റിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിച്ചു നോക്കും മനസ്സിലാവും. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറം ഭാഗം നല്ല ക്രിസ്പായിട്ടുള്ള നല്ല അസൽ കട്ട്ലേറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും.
ഇത് നമ്മൾക്കുള്ള മധുരമുള്ള ഒരു പഴം കട്ട്ലേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതേ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 വട്ടം നമ്മൾ മുക്കി എടുക്കുക. ഇതെല്ലാതും ആ രീതിയിൽ കോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടാക്കിയതിന് ശേഷം നമ്മളത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. അതായത് എണ്ണ കുടിക്കാതിരിക്കാനാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നത്. എന്നിട്ട് പക്ഷേ ആ ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇതിട്ടുണ്ടെങ്കിൽ ഒട്ടനെ തന്നെ പുറം ഭാഗം കരിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളിത് കുറച്ച് സമയം എടുത്തിട്ട്, അത് ഒരുപാട് സമയമല്ല, എന്നാലും പെട്ടെന്ന് മൊരിഞ്ഞ് വരരുത്. കാരണം ഉള്ളിലുള്ള അരിപ്പൊടിയുടെ കൂട്ട് വേവാത്തതാണ്. അപ്പോൾ അത് വേവണം. അത് വെന്തിട്ട് ബ്രെഡ് ക്രംസ് കളറ് മാറാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. പിന്നെ ഇത് നമ്മൾ കട്ട്ലേറ്റ് പോലെ അങ്ങോട്ട് വല്ലാതെ ബ്രൗൺ ആക്കി എടുക്കരുത്. ഒരു ഗോൾഡൻ കളറിലേക്ക് വരുമ്പോൾ നമ്മളിത് കോരി മാറ്റണം. അതായത് ഏകദേശം ഒരു പഴത്തിൻ്റെ കളറിലേക്ക് വരുമ്പോൾ നമ്മളിത് മാറ്റണം. അപ്പോൾ നമ്മുടെ പഴം വിഭവം വേണമെങ്കിൽ നമുക്കിതിന് ചെണ്ട എന്ന് വേണമെങ്കിൽ പേരിടാം. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് പേരൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ പഴം കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഈ കട്ട്ലേറ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.